അപ്പോൾ എന്താണ് നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട്. എന്താണ് നമുക്ക് കുറച്ച് ദിവസം ലേറ്റും ലാഗൊക്കെ പോയി, അപ്പം കുറച്ച് തിരക്കായിരുന്നു. അപ്പം നമ്മുടെ പുതിയ വാട്സപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് അപ്ഡേറ്റ് ഫിക്സ് ചെയ്തൊരു വാട്സപ്പ് ആയിട്ട് അപ്പം എന്താണ് പ്രാവശ്യം അപ്ഡേറ്റ് ഇല്ല. അപ്പോൾ കുറേ പേർക്ക് ലോഗിൻ പ്രോബ്ലം അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് പുതിയ വാട്സപ്പ് നമ്മൾ റെഡി ആക്കുന്നു വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പം ഒരു അടിപൊളി ഗ്രീൻ തീം കൊടുത്തൊരു അടിപൊളി വാട്സപ്പാണ് കേസ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ വെർഷൻ 53 തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ഇറക്കിയായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പം നമ്മൾ അപ്ഡേറ്റ് റിമൂവ് ചെയ്ത് ഇനി അപ്ഡേറ്റ് പറ്റാത്ത രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് റിമൂവ് ചെയ്ത് ഏറ്റവും പുതിയ ബേസിൻ്റെ അപ്ഡേഷൻ കയറ്റി നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പം എന്താണ് നമ്മുടെ അതേ ബേസിൻ്റെ ഒരു എഫക്റ്റുകളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കളർ തീം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രീൻ തീമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്കിവിടെ ലൈവ് വാൾപേപ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് വാൾപേപ്പർ ഏറ്റവും അടിയിൽ ഒരു പ്ലേ ബട്ടൺ ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1 2 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിടാവുന്നതാണ്. അപ്പം എന്താണ് നമ്മുടെ ലൈവ് വാൾപേപ്പർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് 3 തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം പെട്ടെന്ന് കാണിച്ചിട്ട് അപ്പോൾ എന്താണ് നല്ല അടിപൊളി 3 ലൈവ് വാൾപേപ്പേഴ്സ് നമുക്ക് നമ്മുടെ എന്താണ് ഹോം സ്ക്രീനിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ അടിപൊളി വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം വേണ്ടതാണെങ്കിൽ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് 4ാമത്തെ ഓപ്ഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് 3 നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്ത് യൂസ് ചെയ്യുക. പിന്നെ എന്താണ് നമുക്ക് ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് സൈഡിൽ നമുക്ക് നമ്മുടെ സൈഡ് ബാർ വരുന്നുണ്ട്. അപ്പം എക്സ്ട്രാ ഫീച്ചേഴ്സ് ഹോം മോഡ്, കോൺവോ മോഡ്, സോഷ്യൽ മീഡിയ, ബാൻ അൺബാൻ മെത്തേഡ്, വേവ് എഫക്റ്റ്, ടെക്സ്റ്റ് റിപ്പീറ്റർ, MB2, 3, MB4, 8 ഗെയിംസ്, പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ആനിമ എഫക്റ്റുകൾ നമുക്ക് ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് എല്ലാം ഓണാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് സൈഡിൽ കാണാം. അപ്പം എല്ലാം പക്ക വർക്കിംഗ് ആണ്. നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ആനിമ എഫക്റ്റുകൾ നമുക്കെല്ലാം എന്താണ് നമ്മളിവിടെ ആഡ് ആണ്. അപ്പം എന്താണ് നിങ്ങൾക്ക് കാണാം നമ്മുടെ സൈഡിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പക്ക വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ള നിങ്ങൾ ഓരോന്ന് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ 8 ഗെയിംസ് അപ്പം നെറ്റ് ഓഫാണ്, അല്ലെങ്കിൽ നമുക്ക് 8 ഗെയിംസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് MB2, 3, MB4 കൺവേർട്ടർ, നമുക്ക് ടെക്സ്റ്റ് റിപ്പീറ്റർ വരുന്നുണ്ട്. അപ്പം എന്താണ് നമുക്ക് ടെക്സ്റ്റുകൾ റിപ്പീറ്റ് അടിച്ച് സിംഗിൾ ലൈൻ, ഡബിൾ ലൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ടെക്സ്റ്റ് റിപ്പീറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വേവ് എഫക്റ്റ് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാൻ അൺബാൻ മെത്തേഡ് നമുക്ക് നമ്മുടെ എന്താണ് OTP പ്രോബ്ലം, പിന്നെ ബാൻ വന്നിട്ടുണ്ടെങ്കിൽ അൺബാൻ ചെയ്യാനുള്ളത്, പിന്നെ നമ്മുടെ വെരിഫിക്കേഷൻസ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഇവിടെ നമ്മൾ മെത്തേഡ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം എടുത്ത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ എന്താണ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേനും നെറ്റിൻ്റെ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഹോം മോഡ്സ്, കോൺവോ മോഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് നോർമലായിട്ടുള്ള നമുക്ക് ഇവിടെ ഗൂഗിൾ നമുക്ക് സെർച്ച് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം ഗൂഗിൾ വേണമെങ്കിൽ അത് ഇവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മേളിൽ നമുക്ക് ആഡ് അക്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നമുക്ക് എന്താണ് എയർപ്ലെയിൻ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്, ഹോം സ്ക്രീനുകൾ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ കോസ്റ്റ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൈഡിലെ എഫക്റ്റുകൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ മെസ്സേജ് നമ്പർ, മാസ് മെസ്സേജ് സെൻറ്റർ, ഗ്രൂപ്പ് ബ്രോഡ്കാസ്റ്റ്, പിന്നെ നമ്മുടെ ഓട്ടോ റിപ്ലൈ, മെസ്സേജ് ഷെഡ്യൂളർ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ അകലഡക്ക് മോഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഓപ്ഷൻ ആദ്യമേ തന്നെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ എടുത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ഒരു കുഴപ്പമില്ലാത്ത പക്കാ മോഡുകളാണ് വളർത്തുന്നത്. അപ്പം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആയിരിക്കും ഗൈസ്. അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആൻറ്റിവൈറസ് ആൻഡ് എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആൻറ്റിവൈറസ് ബട്ടൻ്റെ അകത്ത് നമുക്ക് റിമൂവ് ലാഗ്, ഹോം, പിന്നെ ഡാറ്റ ജാം, ഇവിടെ ഡാറ്റ ജാം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ ഫിക്സ് ആണ്. അപ്പം വേണ്ടതെടുത്ത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇമ്മ്യൂണൈസർ, പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ് വൈറസ്, റിമൂവ് ലാഗ്, ഡോക്യുമെൻറ്റ് വൈറസ്, ലൊക്കേഷൻ വൈറസ്, ഫിക്സ്, റീഡ് മോർ, നമ്മുടെ വെബ് പേജ് വൈറസ്, വെബ് വ്യൂ വൈറസ്, പിന്നെ നമ്മുടെ സ്മോൾ ചാറ്റ്, നോവോലോക്ക്, റിമൂവ് ബോട്ട് ക്രാഷ്, പിന്നെ നമ്മുടെ ഫിക്സ് ബോട്ട് ബഗ്, ട്രോളി, പിന്നെ നമ്മുടെ കോളൻ്റ് മെത്തേഡ്, നോട്ടിഫിക്കേഷൻ ബഗ്, പിന്നെ അങ്ങനത്തെ ഡിഫെൻസീവ് മോഡ് 1, 2, പിന്നെ നമ്മുടെ എന്താണ് ആൻറ്റി ബ്ലോക്ക്, ക്രാഷ് എസ്ക്യൂലും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആൻറ്റിവൈറസ് ബട്ടൺസ് ഒക്കെ എല്ലാം പക്ക ഫിക്സ് ആണ്. അപ്പം വേണ്ടതുപോലെ നിങ്ങൾ ഇതെടുത്ത് യൂസ് ചെയ്യുക. പിന്നെ സൂക്ഷിച്ച് യൂസ് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റഡ് ഡേറ്റ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റഡ് ഡേറ്റ് നമുക്ക് ഇവിടെ സെറ്റാക്കി കൊടുക്കാവുന്നതാണ്. ഗ്രൂപ്പ് ക്രിയേഷൻ ഡേറ്റ് വേണമെങ്കിൽ. പിന്നെ നമ്മുടെ നമ്പർ, ഫേക്ക് നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേക്ക് നമ്പർ കൊടുക്കാവുന്നതാണ്. പിന്നെ ഷോ എഡിറ്റഡ് മെസ്സേജ്, പിന്നെ നമ്മുടെ എന്താണ് ആൻറ്റി ഫൻചർ ബാക്സിയോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ പുതിയത് കൊടുത്തിട്ടുണ്ട് വൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓണാക്കിയില്ല. പിന്നെ നമ്മുടെ കിൽ ഓൾ, ഡിമോട്ട് ഓൾ, പ്രൊമോട്ട് ഓൾ, പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ എക്സിറ്റ് കിക്ക് ഓൾ അഡ്മിനാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ സെലക്ട് ഓൾ മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വെരിഫൈറ്റിക്ക് വേണമെങ്കിൽ ഓണാക്കിയില്ല. പിന്നെ നമുക്ക് ഫേക്ക് ചാറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഫേക്ക് ചാറ്റ് വേണമെങ്കിൽ ഓണാക്കിയില്ല. പിന്നെ നമ്മുടെ മൾട്ടിപ്പിൾ മെസ്സേജ് X20 അപ്പം എന്താണ് 20 ടൈംസ് ഫോർവേഡാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ സെറ്റ് വിത്ത് ഡിഫോൾട്ട് കോൺടാക്ട് നെയിം, പിന്നെ നമ്മുടെ ബോംബ്, ടെക്സ്റ്റ് iOS അപ്പം എന്താണ് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഓണാക്കിയിട്ട് അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ 3D എഫക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരം നമ്മുടെ 3D എഫക്റ്റ് എനേബിൾ, ഡിസേബിൾ നമ്മുടെ എഫക്റ്റുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ആണ്, ഡിഫോൾട്ടായിട്ട് എനേബിൾ ആണ്. അപ്പം ഓഫ് ആക്കണമെങ്കിൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വോയിസ് ഡ്യൂറേഷൻ 7 തരം വോയിസ് ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ വോയിസ് ഡ്യൂറേഷൻ ഫേക്ക് ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ആക്കിയിടാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ സ്നോ എഫക്റ്റ് വരുന്നുണ്ട്. എന്താണ് നമുക്ക് സ്നോ എഫക്റ്റ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾ റോസ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഹോം സ്ക്രീനിൽ നമ്മുടെ ചാറ്റ് സ്ക്രീനിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിസ്റ്റ് വ്യൂ എഫക്റ്റ് എന്താണ് നമ്മുടെ സ്ക്രോളിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ഇമോജീസിന്, പിന്നെ കോൺവെർസേഷൻ സ്ക്രീനിൽ, ഹോം സ്ക്രീനിൽ ചാറ്റ് കോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് വ്യൂ എഫക്റ്റ് ചേർക്കണമെങ്കിൽ അത് പിന്നെ നമ്മുടെ ക്ലീൻ ക്യാച്ച് ആൻഡ്രോയിഡ് 10, 11+ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് റീസ്റ്റോർ, ടൈറ്റാനിയം
ബാക്കപ്പ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഗൈസ്. അപ്പം തന്നെ നമ്മുടെ ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഡെവലപ്പർ കോൺടാക്റ്റ് ആണ്. അപ്പം പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഡയറക്റ്റ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇപ്പം യൂട്യൂബ് ചാനലിലേക്ക് പോകുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ പ്രൈവസി നോക്കുകയാണെങ്കിൽ നമുക്ക് ഗെയിംസ് പാക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പം വർക്കിംഗ് ആണ്. അപ്പം ഇപ്പം നെറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കുന്നില്ല. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് വീഡിയോ ഇൻ ഹോം പേജ് അപ്പം അത് ഓണാണ് ഡിഫോൾട്ട്. ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രീസ് ലാസ്റ്റ് വേവ് എഫക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എനേബിൾ ആനിമൽ പേപ്പർ ടു സ്ക്രീൻ അപ്പം അത് നമുക്ക് ഇവിടെ എനേബിൾഡ് ആണ്. ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ആക്കിയിട്ടത്. പിന്നെ ആൻറ്റി വ്യൂവൻസ് പിന്നെ നമ്മുടെ ഡിസേബിൾ ഫോർവേഡ് ഗ്രൂപ്പ് മെസ്സേജ് കൗണ്ടർ ഹുക്ക് ആൻഡ് കോൾ മീ കസ്റ്റം പ്രൈവസി അങ്ങനത്തെ നോർമൽ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ആർക്കാണെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഹൈഡ് വ്യൂ സ്റ്റാറ്റസ് ആൻഡ് ഡിലീറ്റ് സ്റ്റാറ്റസ്, ഹൈഡ് റീപോസ്റ്റ് സ്റ്റാറ്റസ് ബട്ടൺ, ഹൈഡ് ഡൗൺലോഡ് സ്റ്റാറ്റസ് ബട്ടൺ, ഷോ റിട്ടേൺ മെസ്സേജ് ആൻഡ് ഡിലീറ്റ് മെസ്സേജ്, ഡിലീറ്റ് ഫോർ എവരിവൺ, ഡിലീറ്റ് മീഡിയ ടൈം, അൺവ്യൂ ചാറ്റ്സ്, ഷോ ബ്ലൂടൂത്ത് ആഫ്റ്റർ റിപ്ലൈ. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ സെക്യൂരിറ്റി ലോക്കുകൾ, ചേഞ്ച് പാസ്വേഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് നോർമലായിട്ടുള്ള കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ തീംസിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ലൈറ്റ് മോഡ് ഡാർക്ക് മോഡ് ഇവിടെ കിടപ്പുണ്ട്. തീംസിൽ നമുക്ക് തീംസ് ഇഷ്ടമുള്ള ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിൻ്റെ നമ്മുടെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. കോൺവെർസേഷൻ മൾട്ടി കാർഡ് വേണമെങ്കിൽ അതെടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡിസേബിൾ വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ, ഡിസേബിൾ ബാഡ്ജ് കൗണ്ടർ, ഡിസേബിൾ ഓഡിയോ പ്ലേയിങ് നോട്ടിഫിക്കേഷൻ, ഇൻക്രീസ് ഫോർവേഡ് ലിമിറ്റ്, എനേബിൾ ഓൾവേസ് ഓൺലൈൻ, ഡിസേബിൾ സ്വൈപ്പ് ടു എക്സിറ്റ് കോൺവെർസേഷൻ, പിന്നെ നമ്മുടെ ടെന്നർ അല്ലെങ്കിൽ ജിഫി ഓൺലൈൻ, പിന്നെ നമ്മുടെ ക്ലിയർ ഗാച്ചസ്, പിന്നെ നമ്മുടെ സെൻഡ് ഇമേജസ് ഇൻ ഫോട്ടോ റെസൊല്യൂഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കളേഴ്സ്, ലുക്ക്, സ്റ്റൈൽ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഹോംസിൻ്റെ നമുക്ക് കോൺവെർസേഷൻ കാർഡ് വ്യൂ എഫക്റ്റ് നമുക്ക് എന്താണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ട് ഇടാം. പിന്നെ ഹൈഡ് സ്ലൈഡ് വ്യൂ ഡ്രോയർ നമുക്ക് സൈഡ് വ്യൂ ഡ്രോയർ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എനേബിൾ ആക്കിയിടാം. പിന്നെ നമ്മുടെ 10 ഫേക്ക് വ്യൂ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ നിങ്ങൾ ഫേക്ക് വ്യൂ വേണമെങ്കിൽ നമുക്ക് ഓണാക്കിയിടാം. നമുക്ക് എന്താണ് നമ്മുടെ 2025 വരെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനേബിൾ വീഡിയോ പ്ലെയർ, എക്സ്റ്റേണൽ വീഡിയോ പ്ലെയർ ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓണാക്കിയിടാം. പിന്നെ സ്റ്റോക്ക് മീഡിയ പ്രിവ്യൂ, സെൻഡ് ഇമേജസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, വീഡിയോസ് ഇൻ ഫുൾ റെസൊല്യൂഷൻ, ഓഡിയോ ലാർജർ ദാൻ 16 MB, ഇമേജ് ഷെയർ ലിമിറ്റ് നമുക്ക് ഡിസേബിൾ ചെയ്യാം, ഡോക്യുമെന്റ് ഷെയർ ലിമിറ്റ്, പിന്നെ സ്റ്റാറ്റസ് 5 മിനിറ്റ്, പിന്നെ നമ്മുടെ മാനേജ് ഗാലറി ഇവിടെ തന്നെ എടുത്ത് മാനേജ് ചെയ്യുന്ന ഹൈഡ് അൺസേവ് നമ്പേഴ്സ്, പിന്നെ നമ്മുടെ ഹൈഡ് ചാറ്റ്സ് ഡിവൈഡ്, ഫ്രീക്വന്റ് കോൺടാക്ട്, അതർ കോൺടാക്ട്, റീസെന്റ് കോൺടാക്ട് ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ വീഡിയോ ജസ്റ്റ് ഫാസ്റ്റ് ആക്കി വിടുകയാണ്. പിന്നെ എന്താണ് നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീൻ നോക്കുന്നത് ആക്ഷൻ ബാർ, ബബിൾസ് ആൻഡ് പിക്ക് പിന്നെ നമ്മുടെ മോർ ഓപ്ഷൻസ് നമ്മുടെ ബാക്കിൻ്റെ കളറുകൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സെൻഡ് ഹിഡൻ മെസ്സേജ്, ഹിഡൻ മെസ്സേജിൻ്റെ ടൈറ്റിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഹിഡൻ മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് മെസ്സേജ് നിങ്ങളുടെ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. അപ്പം നമ്മുടെ സ്വിച്ച് ഡയറക്റ്റ് കോൺടാക്ട് ലിങ്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൺഫേം സെൻഡിങ് സ്റ്റിക്കറും ന്യൂ അറ്റാച്ച്മെന്റ് പിക്കർ, UI ഹൈഡ് ഡേറ്റ് ആൻഡ് ഹൈഡ് ഐക്കൺ, നെക്സ്റ്റ് അഡ്മിൻ വൺസ്, പിന്നെ നെയിം, ഗ്രൂപ്പ് നെയിം, അഡ്മിൻ ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ മാനേജ് മെമ്പേഴ്സ്, എന്താണ് നമ്മുടെ ഹൈഡ് ടാഗ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ വിൽ മെൻഷൻ നമുക്ക് എന്താണ് അറ്റടിച്ചിട്ട് നെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്തത്. ഇപ്പം എല്ലാവർക്കും ഓട്ടോമാറ്റിക് എന്താണ് നമ്മുടെ മെൻഷൻ കൊടുക്കും. ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അയക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരടിക്കാൻ വേണ്ടി അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്ത് പറയുന്നത്. പിന്നെ നമ്മുടെ ഓട്ടോ റെസ്പോണ്ടർ മെൻഷൻസ് എന്താണ് നമുക്ക് മെൻഷൻ ആരെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓട്ടോ റെസ്പോണ്ടർ സെറ്റ് ചെയ്യാം. പിന്നെ ഡിലീറ്റ് ഗ്രൂപ്പ് ഓൺ എക്സിറ്റ്, അപ്പം നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ അഡ്മിൻ ആണെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഓട്ടോ ഡിലീറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള എന്തോ ഒരു ഓപ്ഷൻസ് അറിയാം. അപ്പോൾ എല്ലാം കിട്ടുന്നുണ്ട്. ഡിസേബിൾ മോർ ഓപ്ഷൻസ്, ഡയലോഗ്, പിന്നെ നമ്മുടെ ഡബിൾ ടാപ്പ് റിയാക്ഷൻ, പിന്നെ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ, ഹൈഡ് മെസ്സേജ് ട്രാൻസ്ലേഷൻ, കസ്റ്റം വാൾപേപ്പർ, കോൺടാക്ട്, പ്രൊഫൈൽ വാൾപേപ്പർ, പിന്നെ നമ്മുടെ എനേബിൾ പ്രോക്സിമിറ്റി സെൻസർ, ഡിസേബിൾ ഔട്ട്പുട്ട് സ്വിച്ചിങ്, പ്ലേ വോയിസ് നോട്ട്, പിന്നെ ഫോർവേഡ് ആസ് വോയിസ് നോട്ട്, ഇൻകമിംഗ് മെസ്സേജ് റിംഗ് ടോൺ, സെൻഡ് മെസ്സേജ് റിംഗ് ടോൺ, അപ്പം അങ്ങനത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ വിഡ്ജറ്റ് വരുന്നുണ്ട്. പിന്നെ അപ്ഡേറ്റ് പറഞ്ഞല്ലോ കേസ് നമ്മുടെ പഴയ ബേസാണ്, പക്ഷേ നമ്മൾ അപ്ഡേഷൻ നടത്തിയാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പക്ക വർക്കിംഗ് ആയിട്ട് കിട്ടുന്നേക്കും. എടുക്കുന്നവർക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, ഉറപ്പായിട്ട് പറയുന്നതാണ്. അപ്പം പിന്നെ നമ്മുടെ കോൺവെർസേഷൻ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് വാൾപേപ്പർ ലൈവ് കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് 3 തരം വാൾപേപ്പർ നമുക്കിവിടെ ലൈവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിടുക. പിന്നെ നമ്മുടെ കസ്റ്റം പ്രൈവസി ഇവിടെ വരുന്നുണ്ട്, പക്ഷേ നമ്മുടെ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഹൈഡ് ആക്കി കിടക്കുകയാണ്. അപ്പം പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കൂൾ ഫോൺസ്, പിന്നെ നമുക്ക് നമ്മുടെ ലവ് ചിഹ്നത്തിൻ്റെ സെറ്റപ്പ്, പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ടിക്ക്, പിന്നെ നമുക്ക് ബോംബ് ഫാബ് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താണ് നമ്മുടെ ബൂം ടെസ്റ്റ്, അപ്പം ഇവിടെ ജസ്റ്റ് ബൂം ടെസ്റ്റ് പോകുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ജസ്റ്റ് ഇവിടെ സെലക്ട് ഓൾ കിടക്കുന്നത്. സെലക്ട് ഓൾ നമ്മളിവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മെസ്സേജ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ഓൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മെസ്സേജും സെലക്ട് ആയി കൊടുക്കണം ഗൈസ്. അപ്പം അത് വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് എന്താണ് സൈഡിൽ നമ്മുടെ സ്പാം സെൻറ്റർ അപ്പം നമ്മൾ ആഡാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യവും മറക്കാതെ നമ്മൾ സ്പാം സെൻറ്റർ ഒരു കുഴപ്പമില്ലാണ്ട് ആഡാക്കി വെച്ചേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സ്പാം സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിർത്തി യൂസ് ചെയ്യുക. അപ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യട്ടോ. അപ്പോൾ ഞാനാണ് വലിയ കാര്യമായിട്ട് പറയാത്ത. പിന്നെ എന്താണ് നമുക്ക് ഇവിടെ സൈഡിലൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം എന്താണ് നമുക്ക് ഇവിടെ ആനിംസ് ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാറ്റ് സ്ക്രീനിലും ആനിംസ് വരുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ആനിമി നമ്മുടെ ചാറ്റ് സ്ക്രീനിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കിയിട്ട് മതി. അപ്പം ചാറ്റ് സ്ക്രീൻ ആനിം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ടാപ്പ് ചെയ്ത് അത് പൊക്കോളും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പക്ക പറഞ്ഞിട്ട് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ വോയിസ് നോട്ട് ജസ്റ്റ് കാണിച്ചു തരും ഗൈസ്. അപ്പം വോയിസ് നോട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ജസ്റ്റ് പെൻ്റെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വോയിസ് നോട്ട് വേണ്ടെങ്കിൽ നോട്ടിൻ്റെ വോയിസ്, പിന്നെ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് പോകണമെങ്കിൽ ഓഡിയോ, അല്ലെങ്കിൽ നോട്ട് വോയിസ് ആണ് കൊടുക്കുന്നത്. അപ്പം ലാംഗ്വേജ് ചേഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ എന്താണ് നമുക്ക് ഓഡിയോ ആയിട്ട് പോകണമെങ്കിൽ ഓഡിയോ, വോയിസ് ആയിട്ട് പോകണമെങ്കിൽ വോയിസ് ആയിട്ട് പോകണം ഗൈസ്. പിന്നെ നമ്മുടെ ഓഡിയോ വീഡിയോ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമോജീസ് എല്ലാം പക്ക വർക്കിംഗ് ആണ്, ഒരു കുഴപ്പമില്ല ഗൈസ്. അപ്പം എന്താണ് നല്ലൊരു
ഇമോജീസ് എല്ലാം നമ്മൾ ഫിക്സ് ആക്കി കൊടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ നോർമലായിട്ടുള്ള സൈഡിലത്തെ ഓപ്ഷൻസ് എന്താണ് ഡയറക്റ്റ് കോണ്ടാക്ടിങ്, ഡബിൾ ടാപ്പ് റിയാക്ഷൻ, വോയിസ് ചേഞ്ചർ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെസ്സേജ് ബബിൾ ജസ്റ്റ് ടാപ്പ് ചെയ്തനുസരിച്ച് നമുക്ക് മെസ്സേജ് ബബിളോട് ഡിസേബിൾ ആയി കിടക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇരുന്നതാണ്. അപ്പം എന്താണ് നല്ലൊരു വാട്സപ്പാണ്. അപ്പോൾ എല്ലാവരും എടുത്ത് ജസ്റ്റ് യൂസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.